ടേസ്റ്റിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ഞാൻ മീൻകറി ഉള്ള ദിവസമൊക്കെ തൈരും കൂട്ടിയൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മമ്മക്ക് പിന്നെ ആയുർവേദം കുറച്ച് അറിയുന്നത് കൊണ്ട് ആയുർവേദ പാരമ്പര്യം ഉള്ളത് കൊണ്ട് പേഷ്യൻസിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ പല ആൾക്കാരും സ്ഥിരമായിട്ട് ഇതുപോലുള്ള വിരുദ്ധാഹാരങ്ങൾ യൂസ് ചെയ്യും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് തന്നെ നോൺ വെജും തൈരും അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരുവിധ ആൾക്കാരൊക്കെ ഈ പാണ്ട് എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോഴാണ് ഞാനത് കൂടുതൽ ഈ വിരുദ്ധാഹാരം ഒക്കെ ഉള്ളതാണല്ലേ എന്ന് മനസ്സിലാവുന്നത്. നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ കൺമുമ്പിൽ വരുമ്പോഴല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. കേട്ടല്ലേ, പ്രാക്ടിക്കലി നമ്മുടെ കൺമുന്നിൽ വരുമ്പോൾ നമ്മൾ വിരുദ്ധാഹാരത്തിനെ കുറിച്ച് വിശ്വസിക്കുന്നു. അല്ല, ഇതിനകത്ത് എന്ത് പറയാനാണ്, നമ്മൾ ഇതിന് മുമ്പ് ധാരാളം പ്രാവശ്യം അഡ്രസ്സ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് എന്ത് പറയാനാണ്, നമ്മൾ ഇതിന് മുമ്പ് ധാരാളം പ്രാവശ്യം അഡ്രസ്സ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ വിരുദ്ധാഹാരത്തിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഈ വിരുദ്ധാഹാരം എന്താണെന്നുള്ളത് ഞാൻ പല ആയുർവേദക്കാരോട് തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് എന്നുള്ളത്. മറ്റേ ശീതം, പ്രകൃതിയൊക്കെ വെച്ചിട്ട് പലരും പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, വിരുദ്ധാഹാരം എന്നുള്ളത് ഒരു അന്ധവിശ്വാസ സങ്കല്പത്തിൽ നിന്നുണ്ടായി വന്ന ഒരു സംഭവം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല. നിങ്ങൾ ഇനി നമ്മൾ ശരീരത്തിലേക്ക് എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഏത് മാക്രോമോളിക്യൂൾ എന്ന് പറയുന്നത് വലിയ തന്മാത്രകൾ നമ്മൾ എടുത്തിരുന്നാലും, ഇപ്പോൾ പ്രോട്ടീൻസ് ആണെങ്കിൽ അതിൻ്റെ ബേസിക് അമൈനോ ആസിഡ്സ് ആയിട്ട് മാറ്റും, ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് മാറ്റും, കാർബോഹൈഡ്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ട് മാറ്റും. ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. ബാക്കി കാര്യങ്ങളല്ലാതെ അങ്ങനെയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതൊന്നും അതിനകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോൾ ഇത് തമ്മിൽ അൺലെസ് ഇത് രണ്ടും കൂടെ എന്തെങ്കിലും റിയാക്ഷൻ നടക്കുകയോ എന്തെങ്കിലും നടക്കാത്തതൊന്നും വിരുദ്ധമായിട്ടുള്ള ആഹാരമില്ല. ഇപ്പോൾ ചില മരുന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് കാര്യമുണ്ട്. കാര്യം അങ്ങനെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്ന എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മരുന്നുകൾ ഒരുമിച്ച് കഴിക്കരുത് എന്ന് അഡ്വൈസ് ചെയ്യുന്നതിന് അത് വിരുദ്ധമായിട്ട് വരാം. അവർ പറഞ്ഞത് ശരിയാണ്. അതായത് ഇത് ആയുർവേദം അറിയാവുന്നവർ മാത്രമേ ഈ കാര്യം പറയാനുള്ളൂ. കാരണം ചരകനും സുശ്രുതനും ഈ കാര്യം ചരക സംഹിതയിലും സുശ്രുത സംഹിതയിലും പറയുന്നുണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ ഈ കുറേ വിരുദ്ധാഹാരം കോൺസെപ്റ്റുകൾ എല്ലാം അവർ വിവരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചരകൻ്റെയും സുശ്രുതൻ്റെയും കാലത്ത് ഇവർക്ക് ശരീരത്തെപ്പറ്റി വലിയ ധാരണയും ഒന്നുമില്ല. അതിനെപ്പറ്റി വളരെ വിദഗ്ധമായി ഈ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, നിങ്ങളൊന്ന് എൻലാർജ് ചെയ്തുതരാം. ഇതിൻ്റെ അകത്ത് ഈ അനാറ്റമിയുടെ കാര്യം പറയണം. നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥിയുടെ എണ്ണം 360 അസ്ഥിയുടെ എണ്ണം പറയുന്ന പേജാണിത്. ഈ പൊട്ടത്തരം പറയുന്ന പുസ്തകത്തെയാണ് ആയുർവേദം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ ആ വീഡിയോയിൽ അവർ കോട്ട് ചെയ്തത്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ സാധനം ഇനി വേറെ നമ്മൾ പറയണമെന്നില്ല. എന്താണ് ഈ വിരുദ്ധാഹാരം? വാട്ട് എക്സാക്ട്ലി ഈസ് വിരുദ്ധാഹാരം? അവരുടെ കോൺസെപ്റ്റ് പ്രകാരം ഇത് തമ്മിൽ ഒന്ന് ചൂടുള്ളതും മറ്റത് തണുപ്പുള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് പുറത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ഏകദേശം ഇവരെന്താണ് ഈ ചൂടെന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് അവർ പറയില്ല. നമ്മൾ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അതിൻ്റെ അകത്തുള്ള മെഷർ ചെയ്ത് എടുക്കുന്ന ടെമ്പറേച്ചർ അല്ല അവർ ഈ ചൂടും തണുപ്പും എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സെൻസേഷനെയാണ് അവർ ചൂടെന്ന് പറയുന്നത്. ചിലപ്പോൾ അതിന് പുളിപ്പും മധുരവും എരിവും ഒക്കെ ഉള്ളതിനെ നമ്മൾ ചൂടെന്ന് പറയും. നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ സ്പൈസി ഫുഡ്, ഹോട്ട് ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അകത്തുള്ള ആ അമ്ലതയും പുളിപ്പും എരിവിനെയും അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇറിറ്റേഷനെയും ഒക്കെയാണ് നമ്മൾ രുചിയായിട്ട് നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാമാണ് അന്നത്തെ കാലത്തുള്ള മനുഷ്യർ മനസ്സിലാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ചൂടെന്ന് പറഞ്ഞാലും ടെമ്പറേച്ചർ എന്നുള്ള അതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ പല കെമിക്കൽ ഇഫക്റ്റുകളും ഇതിൻ്റെ അകത്തുള്ള ആൽക്കലോയിഡ്സ് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെയും നമ്മുടെ വയറ്റിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഇഫക്റ്റിനാണ് പറയുന്നത്. അപ്പം ഈ വൈരുദ്ധ്യങ്ങൾ എന്ന് ഇവർ പറയുന്നത് അസിഡിറ്റിയും ആൽക്കലൈൻ ആയിരിക്കാനാണ് സാധ്യത. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഇത് മെഷർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള യാതൊരു ശരീരത്തിലുള്ള ഒരു ഇഫക്റ്റോ ഒരു ഇല്ല ഇഫക്റ്റോ ഉണ്ടാകുന്നില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട്. പല മനുഷ്യർക്കും ചില അലർജീസ് ഉണ്ടാകുന്നുണ്ട്. ആ അലർജീസിനെ ചൂണ്ടിക്കാണിച്ചിട്ട്, ആ അലർജിക് റിയാക്ഷനെ ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ടോ ഇത് വിരുദ്ധാഹാരം കഴിച്ചുകൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞ് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഷ്രിംസ് കഴിച്ചുകൊണ്ട് ആൾക്കാർ അനഫിലാക്റ്റിക് ഷോക്കിലേക്ക് പോയി മരണപ്പെടുന്ന കേസുകൾ വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും സംഭവിക്കുന്നതല്ല. ചിലർക്ക് സംഭവിക്കും, ചില സമയത്ത് ചില വി എക്സ്പ്ലെയിൻ ദാറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് കാര്യമില്ല. പക്ഷേ അതൊന്നും നോർമൽ അല്ല. അതൊന്നും നോർമൽ സിറ്റുവേഷൻസിലല്ല.